ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധനാണ് വേദപാരംഗതനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. സിറിയയിലെ സൈന്യാധിപനായ സെക്യൂദോസ് ആന്തൂസ ദമ്പതികളുടെ ഏക മകനായി AD 344 ജോൺ ജനിച്ചു. ഈ വേദപാരംഗതൻ്റെ വാഗ്മിത്വത്തെ പരിഗണിച്ച് സ്വർണ്ണ ജിഹ്വ എന്നർത്ഥമുള്ള ക്രിസോസ്റ്റം എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു. അമ്മ ആന്തൂസയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ സെക്യൂദോസ് മരിച്ചു എങ്കിലും ആ ഭക്തസ്ത്രീ രണ്ടാമത് ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. യൗവനത്തിൽ ജോൺ ധരിച്ചിരുന്നത് പരിപരുത്ത വസ്ത്രങ്ങളായിരുന്നു. ദിനംപ്രതി ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലും ദൈവവചന ഗ്രന്ഥ പാരായണത്തിലും അദ്ദേഹം തൻ്റെ സമയം ചിലവഴിച്ചു. 26-ാം വയസ്സിൽ പൗരോഹിത്യത്തെ പറ്റി 6 നിസ്തുല ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. AD 386 കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മെത്രാനായി അദ്ദേഹം അഭിഷിക്തനായി. ബിഷപ്പ് ജോണിൻ്റെ പ്രസംഗങ്ങളുടെ ഫലം അത്ഭുതകരമായിരുന്നു. അദ്ദേഹം കുർബാന ചൊല്ലുന്ന സമയത്ത് വിശുദ്ധർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുർബാനയെ ആരാധിക്കുന്നതായി കണ്ടിരുന്നുവെന്ന് വിശുദ്ധ നിലൂസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തിന്മകൾക്കെതിരായുള്ള പോരാട്ടം ധാരാളം ശത്രുക്കളെ സൃഷ്ടിച്ചു. AD 403 ബിഷപ്പ് ജോൺ ആദ്യമായി നാടുകടത്തപ്പെട്ടു എങ്കിലും പിന്നീട് മടക്കി വിളിക്കപ്പെട്ടു. ആർച്ച് ബിഷപ്പ് തെയോഫിലോസിസ്, ചക്രവർത്തി എവിഡോക്സിയ എന്നിവർക്കെതിരെ ചെയ്ത അഴിമതി ആരോപണങ്ങൾ അവരെ പ്രകോപിപ്പിച്ചു. 400 നാഴിക ദൂരെ ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം നാടുകടത്തപ്പെട്ടത്. 2 തവണ നാടുകടത്തപ്പെട്ട അദ്ദേഹത്തിന് അർദ്ധപട്ടിണിയും ചിലപ്പോൾ തണുപ്പും സഹിക്കേണ്ടി വന്നു. യാത്രയിൽ രോഗം വർദ്ധിച്ചപ്പോൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റി വെള്ള വസ്ത്രം ധരിച്ച് തിരുപാതയം സ്വീകരിച്ചു. AD 407 പ്രവാസത്തിൽ തന്നെ അദ്ദേഹം അന്തരിച്ചു. സകലത്തിനും ദൈവത്തിന് സ്തുതി എന്ന് പതിവായി ചൊല്ലാറുള്ള വാക്കുകൾ ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചത്. പൗരോഹിത്യ സഭയിലെ 4 മഹാപിതാക്കന്മാരിൽ ഒരുവനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിനെ പോലെ നമ്മുടെ ദുഃഖത്തിലും സുഖത്തിലും നന്മയിലും തിന്മയിലും എപ്പോഴും ദൈവത്തിന് സ്തുതി ചൊല്ലുന്നവരായി നമുക്കേവർക്കും ജീവിതയാത്ര തുടരാം. ആമേൻ.